എന്തായി കാണിക്കുന്നേ? വീട് പ്ലീസ്. സ്വപ്നത്തിൽ മാത്രമാ ഞാൻ എൻ്റെ ഡ്രീം ഗേളിനോടൊപ്പം ജീവിക്കുന്നത്. പക്ഷെ ഓരോ പ്രാവശ്യം എൻ്റെ സ്വപ്നം ആരാ നശിപ്പിക്കുന്നെന്ന് വെച്ചാൽ. സമയം 7 ഇനി എന്താടാ എഴുന്നേക്കാത്തെ? വെള്ളം കിട്ടത്തില്ലടാ പിന്നെ. എൻ്റെ സ്വന്തം അമ്മ. എന്താമ്മ പറയുന്നേ? സമയം 7? അയ്യോ, അവള് പോവല്ലോ. സമയല്ലോ. ഡെയിലി മുഖത്ത് വെള്ളം ഒഴിച്ചാലേ എഴുന്നേക്കത്തുള്ളൂ. എന്താ? പെണ്ണുമ്പിളെ ഇഷ്ടപ്പെടാതെ ഒരുത്തൻ ആത്മഹത്യ ചെയ്തു. അഭിമാനമുള്ളവനാ. പേപ്പർ വായിച്ചിട്ട് ആദ്യം വീടെല്ലാം തുടച്ച് വൃത്തിയാക്ക്. വന്നോ ഇല്ലയോ? ആകെ വീട്ടിൽ ചെയ്യുന്ന ജോലി വെള്ളം പിടിക്കുന്നതാ. അതുകൂടെ ചെയ്യില്ലെങ്കിൽ വെള്ളത്തിന് കർണാടകയിൽ പോണോ? ജോലിക്ക് പോയാലല്ലേ ഉത്തരവാദിത്തം വരൂ. ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന ഞാനെന്ത് ചെയ്യാനാ? അമ്മേ ഒന്നും നിർത്ത്. പണിക്ക് പോവാനായിട്ട് പറഞ്ഞോണ്ടിരുന്ന അല്ല, ഞാൻ പണിക്ക് പോയ അമ്മ എന്ത് ചെയ്യും? അടുത്ത മാസം തന്നെ എനിക്ക് പെണ്ണ് നോക്കും. അമ്മേ, ഇപ്പൊ എന്നെ പോലത്തെ പഠിക്കാത്ത പിള്ളേർക്ക് എളുപ്പത്തിൽ പണി കിട്ടും. പെണ്ണ് കിട്ടാനാ വളരെ കഷ്ടം. അതുകൊണ്ട് ആദ്യം പെണ്ണ് നോക്കാം, പിന്നെ പണി നോക്കാമേ. അതിന് അവളും നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? വർഷങ്ങളായിട്ട് നീ മാത്രമല്ലേ അവളെ നോക്കുന്നുള്ളൂ. ആരാണിത്? നിന്റെ അച്ഛൻ. അങ്ങനെ പറയില്ല അച്ഛാ. നിങ്ങളും പ്രേമിച്ചല്ലേ കെട്ടിയേ? അമ്മ ഉടനെ ഓക്കെ പറഞ്ഞായിരുന്നു അച്ഛന്. അച്ഛന്റെ പേര് ETCയും കൊടുത്ത് സ്റ്റേഷനിൽ അച്ഛനെ ഇട്ട് ചെയ്തതല്ലേ, മറന്നു പോയോ അച്ഛോ? എടാ, എത്ര വർഷമാടാ ഇങ്ങനെ ഇതും പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നേ? പറയൂ, ഇത് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇവരെന്താ പെട്ടെന്ന് വില്ലന്മാരെ എവിടെ പോവാടാ? അമ്മേ, വെള്ളം പിടിക്കാനായിട്ടമ്മേ. അതിന് കുടം എന്തി? കറക്റ്റ് ആയിട്ടല്ലേ ചോദിച്ചത്. കുടമില്ലാതെ എവിടെ പോവാടാ? വെള്ളം വരുന്നുണ്ടോ ഇല്ലേ നോക്കിട്ട് വരാം. എവിടോട്ടാടാ പോകുന്നേ? അവനെ ആ പെങ്കൊച്ചിനെ കാണാൻ വേണ്ടി പോവല്ലേ, അതാ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത്. കൈലിയും പെനിയും മാറ്റുന്നതാണോ ഡ്രസ് ചേഞ്ചിങ്? അവനെ ഇങ്ങനെ ആക്കുന്നതേ നിങ്ങളാ. ആദ്യം നിങ്ങൾക്ക് അടി തരേണ്ടത്. മകനെ, ബെസ്റ്റ് ഓഫ് ലക്ക്. പോടാ പോ. ഞാനും നോക്കിക്കൊണ്ടിരിക്കുവാ. കുറെ നാളായിട്ട് അവിടെ പുറകിന് നടക്കുമല്ലയോ. ഒരു ദിവസം അവള് നിന്നെ ചീത്ത വിളിച്ച് ഓടിക്കും, നോക്കിക്കോ. അപ്പോ മനസ്സിലാവും. മേരി, ഞാൻ ചെറിയ വയസ്സോട്ട് പ്രേമിക്കുന്ന സ്മോൾ പ്രോബ്ലം. ഞാൻ വൺ സൈഡ് ആയിട്ട് പ്രേമിക്കുന്ന എന്റെ സ്വന്തം മേരി. നിൽക്കുന്ന കണ്ടില്ലേ പൂവാലൻ. നിന്റെ കെട്ടിയൊന്നിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പോകുന്നു നോക്കിക്കോ. പൊന്നമ്മച്ചി വയസ്സായ കാലത്ത് നിക്ക്, ഞാൻ പൊക്കി തരാന്നേ. ഞാൻ തന്നെ എടുത്തോണ്ട് വീട്ടിൽ ഒഴിച്ചു തരാം. എന്റെ പൊന്നമ്മച്ചി പറ, ഞാൻ അയ്യോ, ഓവറായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നാണം കിടുന്നതാണ് എന്റെ പണി. അല്ല, ഇതൊന്നും എന്റെ പണിയല്ല ശരിക്കും. കാരണം ഇതൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ പണിയാണ്. അവന്മാരാണ് ഒരു പണി ഇല്ലാണ്ട് ഈ പണിയൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യേ, സംഭവം സെറ്റ് ആയിക്കോളും. ജോണി പ്ലംബർ എന്ന് പറയും, പക്ഷെ ഇതുവരെ ഒരു പൈപ്പ് പോലും ഒഴിക്കാൻ അറിയില്ല. ലോക്കലാണെങ്കിൽ ഏത് വേണം നോക്കുക. നിന്റെ ആളോ നല്ല ഫിഗറും ആണ്. കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ നോക്കൂലേ. ഗുണ ഒരു പണിക്കും പോകത്തില്ല, പക്ഷെ നാട്ടുകാരുടെ മൊത്തം പ്രശ്നം ഇവനെ ഹാൻഡിൽ ചെയ്യുന്ന. യുവമാര് രണ്ടുപേരും എന്ത് പണിയാ നോക്കുന്നതെന്ന് വെച്ചാൽ എന്റെ ലവിനുള്ള ഐഡിയ തരുന്നത് മാത്രമാണ്. സിക്സർ! ഹായ്. ഇവിടെ എത്തിയോ ഇവൻ? മാറിയിരുന്ന് വീഴല്ലേ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം നോക്ക്. വർക്കാവുന്നുണ്ട്. ഒരു മിനിറ്റ് നിക്ക് മേരി, ഞാനൊന്ന് സംസാരിക്കട്ടെ. നിന്നോട് സംസാരിക്കാൻ ഒന്നുമില്ല, ഇവിടുന്ന് പോ. ഞാൻ പറയുന്നൊന്ന് കേക്ക് മേരി. ഇത് റോഡാണ്, മര്യാദയ്ക്ക് പോ. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേക്കുന്നേ. എന്തൊരു ദേഷ്യ. എടാ, നിങ്ങൾ പറഞ്ഞ കേട്ട് ഫോളോ ചെയ്ത് എന്റെ കാല് തേഞ്ഞു പോയതേ ഉള്ളൂ മിച്ചം. അവൾ എന്നെ ഒന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഇനി ഞങ്ങൾ എന്താ എഴുതി തരാനാ? ചെറുപ്പം മുതൽ പ്രണയിച്ച പെണ്ണല്ലേ, കുറച്ചൊക്കെ സഹതാപം ഉണ്ടാവുമെന്ന് വിചാരിച്ചപ്പോ നിന്നെ കണ്ടതന്നെ അവൾക്ക് ദേഷ്യ. ഒന്ന് പോടാ. സ്വപ്നത്തിൽ മാത്രം അവള് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ തരുന്നതും പ്രേമിക്കുന്നതും. നേരിട്ട് കണ്ട കാറ് തുപ്പുവാടാ. അല്ല, ഫ്രണ്ടായിട്ട് 2 എണ്ണം ഉണ്ടല്ലോ. ഒരു നല്ല ഐഡിയ എങ്കിലും തന്നിട്ടുണ്ടോ ഇതുവരെ? നീ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിനക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ വെറുതെ വിടില്ല. പ്രേമമാണ് നിന്റെ പ്രശ്നമെങ്കിലേ ആ പ്രേമത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുവോ?
ഞാൻ ഉറപ്പിച്ച് പറയാ, എന്ത് നടന്നാലും ശരി, എന്റെ ജീവൻ കൊടുത്താലും ശരി, നിന്റെ പ്രേമം സഫലമാക്കിയിരിക്കും. ജീവൻ അവിടെയുണ്ട്. എന്റെ ജീവൻ നീയല്ലേ? പോടാ മയിരെ, നിനക്ക് വേറെ ആരും കിട്ടിയില്ല. അപ്പൊ അത്രേ ഉള്ളൂ? ആ അത്രേ ഉള്ളൂ. എടാ മച്ച, ഞാനേ എന്റെ ശരീരം കൊടുത്താൽ ഈ പ്രേമം സഫലമാക്കൂടാ. അതിന്റെ പേര് ആയിട്ടെന്നാ. അതെ, നീ കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. പോടാ. വെയിറ്റ് ചെയ്തൊക്കെ മതിയല്ലയാ. കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് സ്ട്രേറ്റ് അടങ്ങി ചോദിക്കേ. എന്താ ഇത്? റോസ്. അത് മനസ്സിലായി. ഇതെന്തിനാ എനിക്ക് തരുന്നേ? നിനക്ക് തരാണ്ട് ഈ കുപ്പത്തൊട്ടി പോലെ ഉണ്ടല്ലോ ഈ സാധനത്തിന്, ഇതിനാണോ തരുന്നത്? അവളോടല്ലേ സംസാരിക്കുന്നത്, എന്നെ എന്തിനാ ഇതിന്റെ ഇടയ്ക്കിട്ടുന്നേ? ഏയ്, നീ മിണ്ടാതിരിക്കെ. ഞാൻ ചോദിക്കാം അവനോട്. ഇഷ്ടവാ, കല്യാണം കഴിച്ചോട്ടെ. കല്യാണം കഴിക്കാനോ? എന്തുവാടി ഇത്? എന്നെ സമാധാനായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ലേ? ആദ്യം നീ ആരാണ്? നിന്നെ എന്തിനാ ഞാൻ കല്യാണം കഴിക്കണ്ടേ? എല്ലാരും നമ്മൾ നോക്കുവാ. കാണട്ടെ, നിന്റെ സ്വഭാവം എന്താണെന്ന് എല്ലാരും അറിയട്ടെ. ഞാനും പാവാണെന്ന് നോക്കിയപ്പോ നീ കുറച്ച് ഓവറായിട്ട് പോകുന്നുണ്ട്. അയ്യോ ചളോയ്. ഡെയിലി ഫോളോ ചെയ്ത് എന്നെ ടോർച്ചർ ചെയ്യുന്നു. ഇംപ്രസ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ആദ്യം പെണ്ണുങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്ക്. അതല്ലാതെ ആവശ്യമില്ലാതെ എന്റെ പുറകെ ഇങ്ങനെ ചുറ്റിയാലുണ്ടല്ലോ, എന്റെ തനി സ്വഭാവം നീ അറിയും. നിന്നെ കണ്ടാലേ എന്റെ വായിൽ ചീത്തകളാ വരുന്നത്. ഒരു 4 വാക്ക്, വെറും 4 വാക്ക് നിന്നെ ഞാൻ ചീത്ത വിളിച്ചോട്ടെ? പരനാറി, അഹങ്കാരി, ബുദ്ധിയില്ലാത്തവൻ, വൃത്തികെട്ടവൻ, നാണമില്ലാത്തവൻ, പെമ്പിളരുടെ പുറകെ ചുറ്റുന്നവൻ. ഛീ, വാടി പോകാം. നിന്റെ ഫോണൊന്ന് തന്നെ. എന്തിനാ? ഛീ, താ. ഫോണിനും പോലും സെറ്റാകുന്നില്ല, പിന്നെങ്ങനെ നിനക്കും എനിക്കും? ശരി, പോകാം. എന്തു പറ്റി? എന്താടി പറ്റിയ നിനക്ക്? പോകുമ്പോ നന്നായിട്ടല്ലേ പോയത്? എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവളുടെ പുറകിന് പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞത് ഇവൻ കേട്ടോ? ഇന്ന് നടു റോഡിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനപ്പെടുത്തി വിട്ടു. എന്റെ മോനോട് എന്തെല്ലാം ചോദ്യങ്ങളാ ചോദിച്ചെന്നറിയാമോ? ആ ശാരദ എന്നോട് കളിയാക്കിക്കൊണ്ട് പറയുന്നില്ല. എനിക്ക് എന്ത് വിഷമമായെന്നറിയാവോ? ഇനി അവൾ എത്ര പേരോട് പറയുമെന്നറിയാവോ? അവനെ പ്രസവിച്ചതിന്. ഇപ്പൊ അവൻ എവിടെ കാണും? എവിടെ കാണും? അവളെ വിചാരിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും. പിള്ളേരെ, ഒന്ന് പാട്ട് നിർത്തിക്കേ. ഫ്രണ്ട് പോയി, അതുകൊണ്ട് ഞാനും പോവാ. എടാ അളിയാ, ഇങ്ങോ. ഞാനെന്താ ബീപ് സോങ് ആണോ പാടിയത്? ആദ്യം അങ്ങ് നിർത്തിയല്ലോ. ലെറ്റ്സ് കണ്ടിന്യൂ. അടിച്ച കളിയിലെ കെട്ടു ഇറങ്ങി. എടാ, ഞാൻ എന്തിനാടാ അവളെ കണ്ടത്? എന്തിനാ അവളുടെ പിന്നാലെ പോയി ഞാൻ പ്രേമിച്ചത്? നിസിന്റെയുടെ കണക്കിനാണല്ലോ ബിൽഡപ്പ്. മച്ചാനെ, എല്ലാം നിനക്ക് വേണ്ടി ഞാൻ നോക്കുന്നേ. ഇല്ല വായി തോന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞേനെ. മച്ചാ, നീ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. നേരെ പോയാൽ ലാസ്റ്റ് കാണുന്ന അവിടെ വീട്. കാത് പൊട്ടുന്ന രീതിയിൽ നല്ല 4 വർത്താനം പറഞ്ഞിട്ട് പോവാ. അതന്നെ, ഞാൻ പോവില്ലെന്നാണോ വിചാരിച്ചത് നീ? ഈ ജന്മത്തിൽ നീ അവിടെ വീടിന്റെ പരിസരത്ത് പോലും പോത്തില്ല. അളിയാ, അവളുടെ ഭാഗത്ത് ഒരു കുറ്റമില്ല. എടാ, അവള് അന്നെ അവനെ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ഇവനെ ആവശ്യമില്ലാത്ത അവളുടെ പുറകെ പോകുന്നേ. എടാ എന്റെ അമ്മോ, ശരിടാ, അവള് പൂക്കാത്ത റോസായിട്ട് തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് എന്താടാ പ്രശ്നം? അവളെ എന്നെയല്ലേ പറഞ്ഞതെല്ലാം. അങ്ങനെ നിങ്ങൾക്ക് ടെൻഷനായാ ഇപ്പൊ പറയടാ, ഞാൻ അവളെ പൊക്കി എറിഞ്ഞേക്കാം. അവളുടെ മുഖത്ത് ആശ്രിതം കോരി ഒഴിച്ചേക്കല്ലോ. എന്നെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാന്നാണ് പറഞ്ഞത്. അത് ശരി. നീ ഇതൊക്കെ നിന്റെ ദേഷ്യം കൊണ്ട് പറയുന്ന. എനിക്കുള്ള ദേഷ്യത്തിന് അവളെന്നെ കുറ്റം പറഞ്ഞ പോലെ ദിവസം അവളെ വഴക്ക് പറയാനാ എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, അതുകൊണ്ടാണ് ഞാൻ വാ പൊത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ, നിനക്ക് നാളെ പകരം വീട്ടിക്കൂടെ? എടാ, അതിന് ഫോൺ വേണ്ടേ? വെറുതെ പോയി ഒരു ഷോ ഇറക്കാൻ പറ്റില്ലടാ. ഒരു ഫോൺ മേടിച്ചോണ്ട് പോണോ അതിനൊക്കെ? എടാ മച്ച, നീ ഫോൺ വാങ്ങുന്ന കാര്യം സോപ്പ് വാങ്ങുന്നതാണല്ലോ പറയുന്നത്. എടാ, അവള് പറയുന്ന ഫോണ് 40,000 മുതൽ 50,000 മേലെ ആകും. നീ അത് മേടിച്ചോണ്ട് വരുമ്പോഴേക്കും അവള് പ്രേമിച്ച് കല്യാണം കഴിച്ച് പിള്ളേരും പ്രസവിച്ചിരിക്കും. അതോടെ നിന്റെ ജീവിതം കട്ടപ്പോക. അതിനുശേഷം നീ നിന്റെ വീട്ടിലിരുന്നോണ്ട് 6 മണി കഴിയുമ്പോഴേക്കും TV സീരിയലും കണ്ടോണ്ടിരിക്കുകയുള്ളൂ. ഫോണ് കിട്ടി.
ഋക്കു, ഋക്കു, ഞാൻ പറയുന്നത് കേക്ക്. എന്താണ് എന്നോട് കക്കാനൊക്കെ പറയുന്നത്? ചെയ്യടാ, ഞാൻ നിന്റെ കൂടെ ഇല്ലേ? ചെയ്യാലോ. പിടിക്കൊന്നില്ലടോ. അയാൾ അടിച്ചു നിറത്താ പറ്റി നിൽക്കുക. നമുക്ക് ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടാനേ പോകുന്നില്ല. ചെല്ലടാ. അല്ല മച്ചാനെ, പോലീസ് പ്രശ്നം എന്തെങ്കിലും ആയാലോ? ഞാൻ വേണമെങ്കിൽ ഇൻസ്പെക്ടറെ ഫോൺ ചെയ്ത് പറയാടാ. അയ്യോ വേണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. സ്റ്റേഷനിൽ നമ്മുടെ ആളുകളിയാ. ഞാൻ നിന്നോട് സംസാരിക്കത്തില്ല, പറഞ്ഞേക്കാം. ഋക്കു, നിങ്ങൾ അയാൾ നോക്ക്. ഞാൻ പോയി ആംബുലൻസ് വിളിച്ചിട്ട് വരാം. എടാ എന്ത് ചെയ്യിപ്പോ? എടോ നീ അവന്റെ കാര്യം വിട്, ആദ്യം പോയി എടുക്ക്. കുടുങ്ങിയ നിങ്ങൾ എല്ലാരും കൂടെ കുടുക്കൂടാ. എങ്ങനെ ഈ ബുൾഡോസർ പോലെ റോട്ടിൽ കിടക്കുന്ന ഇയാള്? കൗൺസിലറാടാ, എങ്ങനെ എടുക്കൂടാ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. നീ അങ്ങോട്ട് വന്നോണ്ടല്ലോ, നിന്നെ ശരിയാക്കി കളയും ഞാൻ. എടാ രാത്രി മുഴുവൻ നിങ്ങളുടെ തോലുരിച്ചെടുത്തില്ലേ? ദേ ഇപ്പൊ കൗൺസിലർ വരും, അയാളുടെ സെല്ല് വരെ മോഷ്ടിക്കാൻ നോക്കിയതല്ലേ? അയാള് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ചവിട്ടി കൊന്നു. നമസ്കാരം, നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. പറഞ്ഞത് നമസ്കാരം. എന്റെ പുലിക്കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. വാ മോനെ. മോനെ നിനക്കൂടെ. നിലനിർത്തി നിങ്ങള്, ചെറുപ്പക്കാരുടെ അഭിമാനമാണ് നിങ്ങൾ നിലനിർത്തിയത്. നിങ്ങൾ ഫസ്റ്റ് എഴുന്നിട്ട് ഓക്കേ സാറേ, നമ്മുടെ പിള്ളേരാ, അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നെ രക്ഷിക്കുകയല്ലേ ഈ പിള്ളേര് ചെയ്തത്. എന്നിട്ട് ഇവരെ പിടിച്ച് ഇവിടെ ഇരുത്തിയായി എങ്ങനാ സാറേ? ഓ ധൈര്യമായിട്ട് കൂട്ടിക്കൊണ്ടു പോകോളൂ. ഇന്ന് രാവിലെയാ ഞാൻ ഈ കാര്യം അറിഞ്ഞത്. രാത്രി ഞാൻ അറിഞ്ഞിരുന്നേ നിങ്ങൾ ഇവിടെ നിക്കില്ലായിരുന്നു. സാർ FIR വല്ല കിട്ടോ? പിന്നെന്താ സാറേ, പിള്ളേര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ, കൂട്ടിക്കൊണ്ട് പോട്ടെ. സന്തോഷമായിട്ട് കൂട്ടിക്കൊണ്ടോക്കോളൂ. ഇനി എന്താ ആലോചിക്കാനാ? സാറ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടില്ലേ? ഇനി രാത്രി അവിടെ ഇവിടെ ചുറ്റിക്കിറങ്ങാതെ മര്യാദയ്ക്ക് വീട്ടിൽ പൊയ്ക്കോണം. ശരിയെന്ന് പറ പിള്ളേരെ, ഒന്ന് തലവുലുക്ക്. അമ്മേ, 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 മേ അമ്മയോ? എവിടെടാ പോയത്? അമ്മ, ദാ നീ അയ്യോ, എവിടെ അമ്മ, പോയതാ? അടിക്കില്ലേ, അമ്മ, അമ്മ. പറയടാ. ദാ നീ എവിടെ അമ്മ, പോയത്? അമ്മ, പറയടാ. അടിക്കില്ലേ, അമ്മ. പോലീസ് സ്റ്റേഷനിൽ അയ്യോ, പോയി എന്റെ പൊന്നമ്മ, കുടുംബത്തിന്റെ അടിക്കില്ലേ, അമ്മ, മാനം വേഗം എടുക്കും, അമ്മ. എല്ലിയോടാ. പറയടാ. അമ്മ, അമ്മ, അടിക്കില്ലേ, അമ്മ, പ്ലീസ് വന്നിക്ക്. ആ പെണ്ണിനെ വഴക്ക് പറഞ്ഞ വിഷയം അമ്മയ്ക്ക് എങ്ങനെയും വന്നിരിക്കും. അത് വിട്. ഞാൻ സ്റ്റേഷനിൽ പോയ കാര്യം അമ്മയ്ക്ക് എങ്ങനെയാ? കൈയെടുക്കടാ. വിഷയം മാറ്റാതെ മര്യാദക്ക് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ എന്തിനാ പോയത്? പറയടാ. ഓ നിർത്തമ്മ ഇതൊന്ന്. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. സ്റ്റേഷൻ ഇടിക്കാൻ പോകുമെന്ന് അവര് പറഞ്ഞു. അതാ ലാസ്റ്റ് ആയിട്ടൊന്ന് കണ്ടിട്ട് വരാന്ന് ഓർത്തു. അതുകൊണ്ടാ. ഇത് ചുമ്മാ അറിയാണ്ടല്ല. പൊയ്ക്കോടാ, പൊക്കോ. എനിക്ക് മനസ്സിലാവത്തില്ലയോ? അത്താഴം കഴിക്കാനെങ്കിൽ വരത്തില്ലയോ? അപ്പൊ ഞാൻ വിഷം തന്നു കൊല്ലും നിന്നെ. എത്ര നേരടാ വെയിറ്റ് ചെയ്യേണ്ടത്? ഒന്ന് പോടാ അവിടുന്ന്. അമ്മയാണെങ്കിൽ എപ്പം നോക്കിയാലും ഒരേപോലെ സംസാരിക്കും. രാത്രി എവിടെ പോയി, എന്തിനാ പോകുന്നത്, എന്തിനാ വൃത്തികെട്ടന്മാരുടെ കൂടെ ചുറ്റുന്നെന്ന് പറഞ്ഞ ഭയങ്കര വഴക്കാടാ. ആ പ്രശ്നം എല്ലാം സോൾവ് ചെയ്ത് വരുന്നതിന് എന്റെ അമ്മോ താല. അതുകൊണ്ടാണ് മച്ചാ ഞാൻ വീട്ടിലേക്ക് പോവാത്തെ. ഞാൻ വീട്ടിലെങ്ങാനും ചെന്നാലുണ്ടല്ലോ എന്നെ കട്ടിലോട് ചേർത്ത് കെട്ടി പൂട്ടി അവിടെ കിട്ടേക്കും. എന്തിനാ വയസ്സായ കാലത്ത് അവരെ കഷ്ടപ്പെടുത്തുന്നേ? എന്താ മച്ചാനെ പറയുന്നത്? രണ്ടുപേരും അപ്പൊ വീട്ടിൽ പോയില്ലേ? അത് ശരി. എന്താണ് പ്ലാൻ? ഇപ്പൊ എനിക്കൊരു ഫോൺ വേണം. എന്താ മച്ചാ, കുളിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ വെള്ളത്തിൽ പോയായിരുന്നു? എടാ, നിന്റെ തലയ്ക്ക് എന്താ വെളിവില്ലേ? അവളെന്നെ കളിയാക്കിയത് ഒരു പുതിയ ഫോൺ മേടിച്ച് നീ അവളുടെ മുമ്പിൽ ഷൈൻ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് മറന്നോടാ? മറന്നോടാ മക്കളെ? അത് ശരി. ഇന്നലെ രാത്രി നീ പറഞ്ഞ കഥയൊക്കെ മറന്നു കാണുമെന്ന് വിചാരിച്ചത്. വീണ്ടും ഒന്നേ തുടങ്ങിയിരിക്കുന്നത് കണ്ടോ? അപ്പൊ പ്രഷർ ഉള്ളപ്പോ മാത്രമാ ചെയ്യാം എല്ലാം എന്നൊക്കെ പറയത്തുള്ളൂ അല്ലേ? അപ്പൊ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ എല്ലാം മറന്നേക്കും, അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ നാണം കെട്ടതോ? അതല്ല മച്ചാനെ. എടാ വാ അടയ്ക്ക്, അതൊന്നും എനിക്ക് അറിയണ്ട.
ആ പെണ്ണ് ഇത് തെറ്റ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യണം, മനസ്സിലായോ? അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ ഒരു പ്രേമവും വേണ്ട, ഒരു പേരയ്ക്കും വേണ്ട. നീ പറഞ്ഞു ശരിയാ. ഇനി നീ എന്തിനാ ഫീൽ ചെയ്യുന്നേ? നീ കാരണം ഞങ്ങൾ എന്തിനാ ഫീൽ ചെയ്യുന്നേ? നീ അവളെ വിട്ട് പിരിയാൻ തീരുമാനിച്ചില്ലേ? വിട്ടേക്ക് മച്ചാനെ. ഇനി നമ്മളുടെ ഭാഗത്ത് നോ ലവ്, നോ ടെൻഷൻ. വെറുതെ സമയം പാഴാവാണെന്നേ. ജോളി ആയിരിക്കടാ. കൈ ഉറ. എന്തൊരു വെച്ചാ കൈ വിളിക്കോ? അവളെ തീർച്ചയായിട്ടും പകരം വീട്ടുമല്ലോ നമ്മള്. പോണി കൊടുത്തിരിക്കടാ അളിയ.